നമ്മൾ വന്ന് നിൽക്കുന്നത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മെയിൻ എൻട്രൻസിന്റെ അവിടെയാണുള്ളത്. ഇവിടെ ചെറിയൊരു ചെക്കിംഗ് ഉണ്ട്. ചെക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിലത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ഫ്ലൈറ്റിലെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും ലത്തി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചെക്കിംഗ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ലോബിയാണിത്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ഫുഡ് കഴിക്കണം, അതേപോലെ തന്നെ ഒന്ന് വാഷ്റൂമിൽ പോകണം. അതിനുവേണ്ടി എവിടെയെന്നുള്ളത് തപ്പി നടക്കുകയാണ്. അപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞ് ഈ ഒരു ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ചെറിയൊരു പണി കിട്ടി. എന്നെ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ പേരും എൻ്റെ നമ്പറും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെ മെയിൻ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല, അവിടെ ചെന്നാലേ അറിയില്ല. അവർ പറയുന്ന സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലാവാത്തതുകൊണ്ട് ഈ ലേഡി ഈ പട്ടാളക്കാരന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെവിടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എൻ്റെ കൂടെ പോരെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ നമ്മൾ പോണത് ഈ എയർപോർട്ടിൻ്റെ റൺവേൻ്റെ ഭാഗത്തു കൂടിയാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് റൺവേ പോലെ തോന്നുന്നുണ്ട്. അതെ, അതിൽ റൺവേ ആണ്. ഇത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേ ആണ്. ഇപ്പോൾ നമ്മൾ റൺവേയിലേക്കാണ് ഇറങ്ങുന്നത്. റൺവേയിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്ത് കൂടി ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴിയിലാണ്ട് പോകാൻ ഞാൻ ഏതായാലും ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. എന്താണെന്ന് എവിടേക്കാണ് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്യാമറ അലോഡ് അല്ലാന്നാണ് തോന്നുന്നത്. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇന്നെ നോക്കി ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പവർ ബാങ്ക് ഉണ്ട്, ഇതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായി. ഞാൻ അതിൻ്റെ ഉള്ളിൽ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ എല്ലാവരും ഡ്രസ്സ് ചെയ്യാണ്, മാസ്ക് ഒക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴി കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടുള്ളത്. ഈ മാസ്കും ഷീൽഡും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. ഞാൻ ഓൾറെഡി 2 മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. നമ്മൾ പോണത് എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിലാണ് കേട്ടോ. എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ആൾ വരാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു സെൻട്രലായിട്ടാണ് വരുന്നത്. വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് കാഴ്ചയൊക്കെ കാണാൻ നല്ല ഇതുണ്ടാവും തോന്നുന്നു. പക്ഷേ പോണ ഒരു മൂഡൊക്കെ നന്നായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. യാത്രകൾ അങ്ങനെ തന്നെയല്ലേ. പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാനുള്ളിലൊക്കെ ഉള്ള ആളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എൻ്റെ ഈ വാനിറ്റി ബാഗ് ഞാൻ തോളിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാരെല്ലാം ഈ ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ സെൽഫി എടുക്കുന്നവരൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ അകത്തും എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയതിൻ്റെ ശേഷം ഇയാൾ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ ഇൻസ്ട്രക്ഷനാണ്. വണ്ടിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിട്ടാണ് ഇവർ കാണിച്ചു തരുന്നത്. 2 ഭാഗത്തായാലും സെൻട്രലും എൻഡിലും ആയിട്ട് നിന്നിട്ടാണ് ഇവർ പറയുന്നത്. ഈ വീഡിയോ നമ്മൾ സാധാ എടുക്കുന്ന പോലെയല്ല എടുത്തിട്ടുള്ളത്. എന്താ കാരണം എന്ന് വെച്ചാൽ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കഴിച്ചതായതുകൊണ്ട് വല്ലാതെ വിശക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഡിലേ വന്നിട്ടുണ്ട്. ഈ വണ്ടി ഒരു 2-3 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. ഈ അവിടെ എന്താ പറയുക, ഷാർജയിൽ പെർമിഷൻ കിട്ടിയിട്ടില്ല ലാൻഡിങ്ങിനുള്ള. അപ്പോൾ ചിലപ്പം ക്യാൻസൽ ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ടെൻഷനിൽ ഇരുന്നിട്ട് അതിൻ്റെ അകത്തുള്ളവർ ഒരുവിധം എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നതിൻ്റെ ശേഷമാണ് സമാധാനമായിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട് കേട്ടോ. ഈ നമ്മൾ നേരെ മുന്നിലുള്ള സീറ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെയാണ് ഉള്ളത്. ആ കവറിലുണ്ട്. ആ കവറിൽ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഈ കാറ്റലോഗിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വായിച്ചാലും മനസ്സിലാവുണ്ടാവും. പിന്നെ ഇവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ മതി, ഒന്നില്ലായിരിക്കട്ടെ. പിന്നെ വേറെന്താണ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഈ സീറ്റിൻ്റെ ബാക്കിൽ തന്നെ ഒരു ചെറിയ ടേബിളുമായിട്ട് സംഭവം. ആ ക്ലിപ്പ് കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കിയാണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അതേപോലെ തന്നെ പിന്നെ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് സിനിമയൊക്കെ കാണാം. അങ്ങനെ ചെറുതായിട്ട് നമ്മളെ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തത്. അപ്പം പുറത്തേക്ക് നോക്കിയാലാണ് ഇത് ശരിക്കും ഇങ്ങനെ മനസ്സിലാവുന്നുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് വണ്ടി. പിന്നെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് മോഡിൽ മൊബൈൽ ഫ്ലൈറ്റ് മോഡിൽ ഇടാനുള്ളതെല്ലാം ഇടയിൽ അവർ ഒന്ന് ഓർമ്മയാക്കുന്നുണ്ട് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടേക്കണം എന്നുള്ളത്. പിന്നെ എൻ്റെ കൂടെ ഉള്ളത് നിലമ്പൂരുള്ള ഫാരിസ് എന്ന് പറഞ്ഞൊരു ബ്രോ ഫസ്റ്റ് ടൈമാണ് അവിടെ ഒരു സെയിൽസിൻ്റെ ഇതിൽ വേക്കൻസി ഉണ്ടായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഞാനും ബ്രോയും മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താ വെച്ചാൽ 3 സീറ്റ് ഉണ്ട്. 3 സീറ്റിൽ 2 ആളേ ഉള്ളൂ.
അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഇതാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ എൻട്രൻസിന്റെ ഭാഗമാണ് ആ കാണുന്നത്. അതിന്റെ ഇടയിൽ കുറേ ഫ്ലൈറ്റുകളുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ചേച്ചി നല്ല തണുപ്പിലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ തൊട്ട ബാക്കിൽ തന്നെ ഉള്ള ആ കുട്ടി നന്നായിട്ട് കരയുന്നുണ്ട്. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതൽ. എന്താ സംഭവം എന്നറിയില്ല. വിശന്നിട്ടാണോ പേടിയോണ്ടാണോ എന്നൊന്നും അറിയില്ല. എല്ലാവർക്കും ചെറിയ പേടി ഇതൊക്കെ ഉണ്ട്. ആരും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും ഭയങ്കര സൈലന്റ് ആണ്. പോണ ടെൻഷൻ കൊണ്ടാവും എന്നാണ് തോന്നുന്നത്. നാട് വിട്ട് പോണതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ അധികം ആൾക്കാർ ജോലി കാര്യങ്ങളും വീടും ഇതൊക്കെ വിട്ട് പോണതല്ലേ. അതിൻ്റെ മൂഡ് ഓഫ് എല്ലാവർക്കും നന്നായിട്ടുണ്ട്. എത്ര പഴയതാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമായതാണെന്നുണ്ടെങ്കിൽ യാത്ര, ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന യാത്ര എല്ലാവർക്കും ഒരു മൂഡ് ഓഫ് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഫ്ലൈറ്റ് പൊന്തിയ ആ ഒരു ടൈമിൽ തന്നെ ഇവർ ഫുഡ് ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. അത് വന്ന് നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു ബോക്സ് ആണ്. നമ്മൾ സെപ്പറേറ്റ് ഫുഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവരെ ഇതിലുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ബോട്ടിലുണ്ട്, ഒരു നാപ്കിൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബിസ്ക്കറ്റ് അല്ല, എന്താ പറയുക, ഒരു കേക്ക് ഉണ്ട്, ഒരു പ്ലം കേക്ക് ഉണ്ട്, അതേപോലെ വേറൊരു പ്ലം കേക്ക് ഉണ്ട്. അങ്ങനെ 2 പ്ലം കേക്കും ഒരു വെള്ളത്തിൻ്റെ ഒരു ചെറിയ ബോട്ടിലുമാണ് ഇപ്പോൾ ഇവർ എന്താ പറയുക ഇതിൻ്റെ ഈ ഒരു ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് തരുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഫ്ലൈറ്റിൻ്റെ ചിറകുമുള്ള ഈ ഒരു ലൈറ്റ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി മൊത്തം ഇരുട്ടാണ്. വേറെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും നല്ല ഉറക്കിലാണ്. പക്ഷെ നമുക്ക് ഉറക്കൊന്നും വരണില്ല. സംഭവം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഫ്ലൈറ്റിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാവുന്ന തോന്നുന്നത്. ഉറങ്ങുന്നൊന്നുമില്ല. മറ്റുള്ളവരെല്ലാവരും ഒരു ഇത് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ഫാരിസും ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. പുള്ളിനെ ഞാൻ കാണിച്ചു തരാം. ഫാരിസ് മലപ്പുറം നിലമ്പൂരുള്ളതാണ് കേട്ടോ. നിലമ്പൂരിൽ നിന്ന് അവന് ഷാർജയിലേക്കാണ് പോണത്. ഞാനും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ അനൗൺസ് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് ഞാൻ പുറത്തേക്ക് നോക്കുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. മൊത്തത്തിൽ ലൈറ്റും ഇതൊക്കെ ആയിട്ട് എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷാർജ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിട്ട് ലൈറ്റൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ഈ സൗണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. നല്ല സൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ, എന്നുള്ള ആ സൗണ്ട്. പിന്നെ നമ്മളെ ബാക്കിലുള്ള ആ കുട്ടി കരഞ്ഞ് ഉറങ്ങിപ്പോയിന്ന് തോന്നുന്നു. ഇപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. പാവം വിശന്നിട്ടാണെന്നാണ് തോന്നുന്നത്. വിശന്നിട്ടാണോ ഇനി വണ്ടിയിൽ കയറിയ ടെൻഷനാണോ എന്താണെന്ന് അറിയില്ല. നല്ല കരച്ചിലായിരുന്ന ആള്. ഇപ്പോൾ കരച്ചിലൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചിറകിൻ്റെ അവിടെയുള്ള ലൈറ്റും ഈ പുറത്തുള്ള കാഴ്ചകളും മാത്രമേ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി അവിടെ എത്തും. എത്ര ഫീറ്റിലാണ് ഇത് ഓടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ പുറത്തു നിന്നുള്ള കാഴ്ച. നല്ല രസമുണ്ട് വെച്ചാൽ നല്ല രസമുണ്ട്. എന്താ വെച്ചാൽ മൊത്തത്തിൽ എന്താ പറയുക മിന്നുന്ന വെളുപ്പിട്ട പോലെ ഉണ്ട്. ഇത് ഒരുപാട് ലോങ് എന്നാണ്, പക്ഷെ എന്നാലും ഇത് താഴേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കുറച്ചൊക്കെ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ഫാരിസ് ഉറക്കം എണീറ്റിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്താ പറയുക സീറ്റ് മാറി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുവിധം എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇപ്പം അനൗൺസ് ചെയ്യുന്നുണ്ട് എത്താനായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉള്ളെന്ന് തോന്നുന്നു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ സംഭവങ്ങളൊക്കെ ഈ താഴെയുള്ള ലൈറ്റുകൾ അത്യാവശ്യം എടുത്തുനിന്നായിട്ട് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ ഇവർ എന്താ പറയുക ബാഗ് എടുത്ത് സെറ്റാക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഓരോരോ ആൾക്കാർ ഓരോന്നൊക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ സീറ്റിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഊരിയിട്ട് ആൾക്കാർ സെറ്റാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ മൊബൈലൊക്കെ ഓണാക്കി വെക്കുന്നുണ്ട്. മുടി ഇതൊക്കെ ശരിയാക്കുന്നതാക്കുന്നൊക്കെ ഉണ്ട്. ഇറങ്ങാനായ ആ ഒരു തയ്യാറെടുപ്പിലുണ്ട് എല്ലാവരും.
ഫ്ലൈറ്റിലത്തെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലങ്ങനെ ആരും സംസാരിക്കുന്നില്ല കേട്ടോ. എല്ലാ സൗണ്ടിലൊന്നും സംസാരിച്ച് ഇങ്ങനെ അലമ്പാക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ ബസ്സിൽ അതേപോലെ തന്നെ ട്രെയിനിലൊക്കെ കയറിയാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കില്ല. ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, സൈലൻ്റ് ആയിരിക്കുക. പിന്നെ ബാത്റൂമിൽ പോകാനുള്ളവർ, പിന്നെ വെള്ളം വേണ്ടവർ, അങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാതെ വല്ല ഉച്ചത്തിലൊന്നും ആരും സംസാരിക്കുന്നില്ല. ടെൻഷനായിട്ടാണോ എന്താണെന്നറിയില്ല. പിന്നെ ഈ ഒരു ഇതുണ്ടാവില്ല, ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമല്ലോ എല്ലാവരും, അതുകൊണ്ടാവും തോന്നുന്നു. ഇതെല്ലാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സൗണ്ടാണ് വലിയൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ട്, വേറെ ഒന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള ഏതാനും മിനിറ്റിൻ്റെ ഉള്ളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇളക്കമുണ്ടല്ലോ, ആ ഇളക്കമാണ് ലാൻഡിങ്ങിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ റോട്ടിൽ കൂടി പോണ ആ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ലാൻഡ് ചെയ്തിട്ട് പോണത് ശരിക്കും ഒരു സംഭവം തന്നെയാണ് ഫ്ലൈറ്റിലുള്ള യാത്ര. രസമുള്ള സംഭവം തന്നെയാണ്. പക്ഷേ കുറേ ടൈം ഇരിക്കണം എന്നുള്ളൊരു മൂഡ് ഓഫ് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ കുറച്ച് സ്ലോ ഒക്കെ ആയിട്ടുണ്ട്. അതാണ് എയർപോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഭാഗങ്ങളാണ് ആ കാണുന്നത് കേട്ടോ. അങ്ങോട്ട് ഇനി നമ്മൾ തിരിച്ചു പോകും. ഇതിങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങിയിട്ട് കുറച്ച് ടൈം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ലാസ്റ്റാണ് അവിടെ എത്തുന്നുണ്ടാവുക. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ്ട് ഒരു സമാധാനമായത്. സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ മേലെ നിൽക്കുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കടലിൻ്റെ മേലെ കൂടിയല്ലേ വരുന്നത്, അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളോട് എന്താ പറയുക, സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരാൻ പറയുന്നുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരിയാണ് ഇപ്പോൾ സംഭവം. പിന്നെ സീറ്റ് ബെൽറ്റ് ഊരി കുറച്ച് നേരം ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങാണ്ട് തിരിക്കുകയാണ് സംഭവം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കും. കുറേ ഇങ്ങനെ കറങ്ങിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിടുന്നതല്ല, ഇങ്ങനെ കുറേ ഇങ്ങനെ ചുറ്റുണ്ട്. കുറേ ടൈം ഇങ്ങനെ ചുറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ എന്താ പറയുക ആ ഒരു മെയിൻ ഭാഗത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഭയങ്കര സ്ലോയിലാണ് ഫ്ലൈറ്റ് പോണത്. താഴെ എന്താ പറയുക റൺവേയിലാണ് ഇപ്പോൾ ഉള്ളത്. റൺവേ കൂടി തന്നെയാണ് ഈ പാസ് ചെയ്യുന്നതെല്ലാം. ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല മഞ്ഞാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല, നല്ല മഞ്ഞുണ്ട്. നല്ല മൂടൽ ഇങ്ങനെ തോന്നുന്നുണ്ട്. ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്രയും നല്ല പവറിലുള്ള ലൈറ്റ് അല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മനസ്സിലാവാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവരോട് ബൈ ബൈ പറയാം, ടാറ്റാ ബൈ ബൈ. ഒരു നല്ല സർവീസ് ആയിരുന്നു കേട്ടോ സ്റ്റാഫുകളെല്ലാം. ഇതാണ് ഫാരിസാണ് ഇതിൻ്റെ മുന്നിലുള്ളത്. ഇത് കണ്ടാൽ വിചാരിക്കും ഡോക്ടറാണ്. ഇവരൊരു ജാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ്. പക്ഷേ പുള്ളിക്കാരൻ നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗ്യത്തിന് ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ജാക്കറ്റ് ഉണ്ടല്ലോ, ആ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തണുപ്പ് വല്ലാതാണ്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഫാരിസിന് നന്നായിട്ട് തണുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ഒരു സംഭവം ഒന്നും തണുപ്പുകൊണ്ടൊന്നും ആവില്ല. ഇത് വെറുതെ ആ കൊറോണൻ്റെ ഒരു സംഭവമായിട്ട് അവർ തന്നതാണ്. ഇതാണ് എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോണ വഴിയാണ്ടത് കണ്ടോ. ഇതാണ് നിലമ്പൂരുകാരൻ ഫാരിസ് കേട്ടോ. ഈ ഫാരിസ് ഞാനും ഒരു സീറ്റിൽ ഇരുന്നിരുന്നു. ഞങ്ങൾ അടുത്തടുത്തുള്ള സീറ്റിൽ ഞങ്ങൾ രണ്ടാളും ഉണ്ടായിരുന്നു. ഫാരിസ് ഉണ്ടായതുകൊണ്ട് എനിക്കും, ഞാൻ ഉണ്ടായതുകൊണ്ട് ഫാരിസിന് കുറേയൊക്കെ എന്താ പറയുക ടെൻഷൻ കുറഞ്ഞെന്ന് തോന്നുന്നു. രണ്ടാളും ഇങ്ങനെ സംസാരിച്ചതായതുകൊണ്ട് കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്താ പറയുക ഒരു പരിചയമുള്ള മാതിരിയാണ്. ഞങ്ങൾ രണ്ടാളും കൂടി നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വല്ലാതെ ഈ യാത്രയിൽ വലിയ ടെൻഷനൊന്നും വന്നിട്ടില്ല. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അങ്ങനെയാണ് നടക്കുകയാണ്. നേരാണ്ട് നടന്നു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ മെയിൻ ഭാഗത്തേക്കാണ് എത്തുക. അവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ല എന്നാണ് നമുക്ക് അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളൂ. ഇനി പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ച കാണാം. ഹലോ, അസ്സാം വലൈക്കും. നമ്മളിവിടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, പൊരിഞ്ഞ തണുപ്പ്. ഇത്ര തണുപ്പുണ്ടാവും വിചാരിച്ചു. ടാക്സിയിൽ കയറാൻ പോവാണ്. പിന്നെ എന്താ പറയുക ഇതിൻ്റെ കൂടെ എത്തണ്ടേ. ഇപ്പോൾ ഇത് നമ്മളെ എന്താ പറയുക ഒരു ബായുണ്ട്, ബായിനെ കിട്ടിയിട്ടുണ്ട്. ബായിൻ്റെ ഇതിലാണ് നമ്മൾ പോണത്. ബായ് അടിപൊളി. ഏതായാലും റൂം പോവാ. നമ്മളിപ്പം റൂമിലേക്ക് പോവാണ്. തണുത്ത് വിറക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എന്താ പറയുക നമ്മളെ ബാഗ് കൊണ്ടുപോകണത്
ഭായിൻ്റെ പേരെന്താ പറഞ്ഞു? ഭായി അതിൻ്റെ ബാഗായിട്ട് ഓടുന്നു. നമ്മളെ പിക്ക് ചെയ്യാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മളെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് പുള്ളി ഉറക്കത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് വരാമെന്ന് പറഞ്ഞു. നമുക്ക് വലിയ പരിചയം ഉണ്ടായിട്ടൊന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ പുള്ളീനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ടല്ല എന്നുള്ളതിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ മുന്നിൽ നിന്ന് ആ ബായിനെ കണ്ടതും ബായിനായിട്ട് സംസാരിച്ചതും. ആ ബായി പറഞ്ഞു നമ്മൾ ടാക്സി ഉണ്ടെന്ന് പറഞ്ഞത്. സത്യത്തിൽ കള്ള ടാക്സിയാണ് കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നത് നമ്മൾ ഗവൺമെൻറ് ഇതിൽ വെട്ടാമെന്നുള്ളതിൽ. അങ്ങനെ നമ്മൾ ആ ബായിനേക്ക് പോയി. ബായിനോട് പറഞ്ഞ ബായി പറഞ്ഞ് വായു എന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഈ ഒരു വണ്ടിയിൽ നമ്മളെ കയറ്റി വിട്ടതാണ് കേട്ടോ. പക്ഷേ ഈ വണ്ടിയിലുള്ള ആൾക്ക് ശരിക്ക് എന്താ പറയുക, ഇംഗ്ലീഷൊന്നും അങ്ങനെ അറിയുന്നില്ല. നമ്മൾ തട്ടിമുട്ടി ഇംഗ്ലീഷ് ഒപ്പിക്കാന്നല്ലാതെ നമുക്കും അറിയില്ല, ഹിന്ദിയൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മളൊരു കോൺഫിഡൻസിൽ ഇങ്ങനെ കയറിയതാണ്. ഞാൻ ഈ ക്യാമറ ഓണാക്കി വെച്ചാൽ ഇയാൾ എവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോകും എന്നുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗൾഫിലായതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ, ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിൽ തട്ടില്ല. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ഗൾഫിലത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.